നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വന്നു. എന്താടാ, എന്താ അവിടെ ഒരു ബഹളം? ഹരിയേട്ടാ, ആ വണ്ടി കുറെ നേരമായിട്ട് അവിടെ കിടക്കുക. ആരാ എവിടെ പോയതെന്നൊക്കെ ചോദിച്ചപ്പോ അയാൾ തണ്ട് കാണിക്കുക. അതാരാടാ? പോന്നു. അയാൾ എവിടുന്നാ വന്നത്? ഹരിയേട്ടന്റെ വീടിന്റെ ഭാഗത്തുനിന്നാന്ന് തോന്നുന്നു. ആ, അവിടുന്നാ. ഹരി, അങ്ങോട്ട് ആരും വരാനില്ലല്ലോ. എടാ, വിശ്വസിക്കാൻ പറ്റില്ല. എന്തെങ്കിലും കുഴപ്പക്കാരായിരിക്കും. അല്ലെങ്കിൽ ഇവര് ചോദിച്ചതിന് നേരെ ചൊവ്വ മറുപടി പറഞ്ഞാൽ എന്താ? നമുക്ക് ധർമ്മമാഷിന്റെ വീട്ടിലൊന്ന് ചോദിക്കാം. അവിടെ ആരെങ്കിലും വന്നാലും വണ്ടി പുറത്ത് കിടക്കും. ആ, അത് ശരിയാ. നിങ്ങൾ വാ. ആ, ഇങ്ങോട്ട് വേണം. ഞാൻ എന്തുകൊണ്ടാ സംശയിച്ച് അവളുടെ പുറകെ നടന്നെന്ന് മനസ്സിലായി നിനക്ക്? ഒരുത്തിയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. വെളിച്ചത്ത് ചിരിക്കുന്ന പെണ്ണെ ഇരുട്ടത്ത് ചതിക്കും. സാർ, ഇത് കാണേണ്ടതേ ഞാനോ നീയോ അല്ല, ഇവളെ സീതാദേവിക്ക് പകരം കാണുന്ന എന്റെ അമ്മയാ. അത് വന്ന് സാർ. നീ വാടാ. അമ്മേ, നീ ഇത് എവിടെ പോയിരിക്കുന്നു? പോവണ്ടേ നമുക്ക്? പോവാം. അതിനു മുമ്പേ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. എന്ത് കാര്യം? പറഞ്ഞു മനസ്സിലാക്കുന്നതിനേക്കാൾ നല്ലത് കണ്ടു മനസ്സിലാക്കുന്ന. അമ്മ വന്നേ. അമ്മയ്ക്ക് മനസ്സ് നിറയുന്ന ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. എന്താടാ, എന്തൊക്കെയാ നീ പറയുന്നേ? ശരവണ, ഇവനിതെന്തു പറ്റി? മിന്നുന്നതെല്ലാം പൊന്നലെന്ന് കുഞ്ഞുനാളിൽ എനിക്ക് അമ്മയല്ലേ പറഞ്ഞു തന്നിരിക്കുന്നത്. അതുതന്നെ എനിക്കിപ്പോഴും പറയാനുള്ള അമ്മയോട്. അമ്മ കണ്ട തിളക്കം സ്വർണമല്ല. വാ, വന്നേ. ഇവനിത് എന്തു പറ്റി? അമ്മ ഒന്ന് വന്നേ. എടാ, ഞാൻ പറയുന്നത് നീ കേൾക്ക്. എടാ, നീ ഇനിയെങ്കിലും കാര്യം എന്താന്ന് വെച്ച് തുറന്നു പറ. കാര്യമുണ്ട്. ഇതിനേക്കാൾ വലിയ കാര്യം വേറെ ഒന്നുമില്ല. അമ്മ വന്നേ, വാ. എടാ, എണീറ്റ് വാ. എടീച്ചില്ലേ, ഞാൻ വന്നേ. വാ, നിങ്ങളും കൂടി വാ. എടാ, എന്താടാ? എന്താടാ? എന്താ അമ്മേ? അറിയില്ല മോളെ, എന്തോ കാഴ്ച കാണിച്ചു തരാനുണ്ടെന്നും പറഞ്ഞ് ഇവൻ ഞങ്ങളെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നത്. അല്ല, മോളെന്താ ഇവിടെ നിൽക്കുന്നത്? അത് ഞങ്ങൾ എല്ലാവരും കൂടി വിളക്കും പാത്രമൊക്കെ തരംതിരിച്ച് വെക്കായിരുന്നു. എല്ലായിടത്തേക്കും തിരിച്ചു കൊടുക്കാനുള്ളതല്ലേ. ജീവ, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? ദേ ഏട്ടാ, വെറുതെ കളിക്കല്ലേ. കാര്യം എന്താന്ന് പറ. ജീവ, വെറുതെ മനുഷ്യന്റെ ക്ഷമ പരീക്ഷിക്കല്ലേ. സർപ്രൈസാ. ഞാൻ സത്യത്തിൽ എന്തിനാ എല്ലാരും കൂട്ടി ഇങ്ങോട്ട് വന്നേന്നറിയാവോ? നിത്യോട് യാത്ര വയ്ക്കാനാ. നമ്മൾ ഇറങ്ങാന്ന് അച്ഛൻ പറഞ്ഞില്ലേ? മൈ ഗോഡ്, ഇതായിരുന്നോടാ കാര്യം. സുജാതേ, ഇവനെ എന്തോ ചെയ്യണ്ടെന്നറിയാമോ? നല്ല അടി കിട്ടാത്തതിന്റെ കുറവുണ്ട് നിനക്ക്. ചേച്ചി, ചേച്ചി ഇതൊന്നും കണ്ട് ഭയക്കണ്ടാട്ടോ. ഇദ്ദേഹത്തിന്റെ കയ്യിലെ ഇതുപോലത്തെ സർപ്രൈസുകൾ നിറയുണ്ട് ഇനി. ഞാൻ വല്ലാതെ പരിഭ്രമിച്ചു പോയി. ഞാനും അതെ. നമ്മുടെ നാട്ടിൽ വന്നിട്ട് അതിഥികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. എന്തായാലും എല്ലാവരെയും വിളിച്ചോണ്ട് വന്നതല്ലേ, യാത്ര പറയാൻ വേണ്ടി. നീ തന്നെ ആദ്യം യാത്ര പറഞ്ഞു. ഒന്ന് പോവാമേ. മോളെ, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇനിയിപ്പോ നിശ്ചയത്തിന്റെ കാര്യങ്ങൾ നോക്കാം നമുക്ക്. അതെ,
അതങ്ങനെ വൈകിക്കാനൊന്നും പറ്റില്ല. പെട്ടെന്ന് തന്നെ ആവണേന്നാ നിത്യയുടെ അച്ഛനോട് എനിക്ക് പറയാനുള്ളത്. സന്തോഷം. എന്നാ ചേച്ചി ഞങ്ങൾ പോയിട്ട് വരട്ടെ. നിന്നെ കണ്ട അന്ന് മുതൽ അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ നല്ല കാര്യങ്ങളാ. ഇപ്പൊ ഈ സർപ്പക്കളത്തിനും സാക്ഷിയായി. എന്നാ ശരി മോളെ. വാടാ. അമ്മേ, അത് പുറത്തിരുട്ട് എപ്പോഴും സുരക്ഷിതമല്ല. എന്താ? ഏയ്, ഇറങ്ങട്ടെ എന്ന് പറഞ്ഞതാ. എന്നെ സാർ? തെളിവടക്കം പിടിച്ച് അച്ഛൻ്റെ അമ്മയുടെ മുമ്പിലിടണം. എന്നാലേ അവർ വിശ്വസിക്കൂ. നീ നോക്കിക്കോ, ഇന്ന് വാഴ്ത്തിയവളെ അമ്മ തള്ളിപ്പറയുന്നൊരു ദിവസം ഉണ്ടാവും. വൈകാതെ തന്നെ. കടവുളെ, നീ എന്നെ പാക പോകണമെന്ന് ആർക്ക് തെളിയും? ധർമ്മമാഷിന്റെ വീട്ടിലോ ആരും ചെന്നിട്ടില്ല. പിന്നെ അതാരായിരിക്കും? വീണേ, എടി വീണേ, വീണേ. മോളെ, നീ എപ്പോഴാ കിടന്നേ? മുത്തശ്ശിക്ക് മരുന്ന് കൊടുത്ത് ഉടനെ ഞാൻ കിടന്നു. എന്താച്ചാ? ഇതുവഴി ആരെങ്കിലും പോകുന്ന ശബ്ദം മറ്റോ നീ കേട്ടായിരുന്നോ? ഇല്ല ഹരിയേട്ടാ, ഞാൻ കിടന്ന് അങ്ങനെ ഉറങ്ങിപ്പോയി. എന്താ കാര്യം? അല്ല, ഞങ്ങള് വരുന്ന വഴിക്ക് നമ്മുടെ തൊട്ടപ്പുറത്തെ പറമ്പിൽ നിന്ന് ഒരു കാർ എടുത്തുള്ള ഒരാളങ്ങ് പോയി. അല്ല, പയ്യന്മാരവനെ തടഞ്ഞു നിർത്തി ആരാ എന്താന്നൊക്കെ ചോദിച്ചു. ആളിത്തിരി ബഹളം വെച്ചാ പോയെന്ന് പറഞ്ഞു. അയ്യോ, അതാരാ നമ്മളെ ചുറ്റുവട്ടത്ത് വന്ന് അങ്ങനെ ബഹളം വെക്കാൻ? ഞങ്ങള് വന്ന് വണ്ടി നിർത്തി കഴിഞ്ഞപ്പോഴേക്കും ആളങ്ങ് പോയി കഴിഞ്ഞു. ഈ ചുറ്റുപാടുള്ള 1-2 വീടുകളിലൊക്കെ ഞങ്ങൾ തിരക്കി. അവിടെയൊന്നും ആരും വന്നിട്ടുമില്ല. വല്ല കള്ളന്മാരും ആയിരിക്കും അച്ഛാ. ആർക്കറിയാം? ഇനിയിപ്പോ നാളെ രാവിലെ അതിന്റെ ബാക്കി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാം. ആ, നീ പോയി കിടക്കാൻ നോക്കുമോളെ. ചെല്ലേ. അമ്മാവനും കിടക്കുമല്ലേ? ആ, നീയും പോയി കിടന്നോ. ആ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.